എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോണത് വിവിൻ ദ ബോൾഡിൻ്റെ വെബ്സൈറ്റ് കുറിച്ചാണ്. അതായത് ഇതിനെങ്ങനെ രജിസ്റ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, വെബ്സൈറ്റിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ വാലറ്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത്. ഇപ്പോൾ നിങ്ങളുടെ അപ്ലൈനർ നിങ്ങൾക്ക് വന്ന് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി റെഫറൽ ലിങ്ക്. അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും നിങ്ങൾക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യണം. ആദ്യം ഇരിക്കുന്നത് നിങ്ങളുടെ അപ്ലൈൻ്റെ ID ആണ്, പിന്നെ നിങ്ങളുടെ സ്പോൺസറിന്റെ നെയിം, ആൻഡ് ഇവിടെ എൻറ്റർ യുവർ ഫുൾ നെയിം എന്ന് ഇരിക്കുന്ന സ്ഥലത്തിൽ നിങ്ങളുടെ നെയിം എൻറ്റർ ചെയ്യണം, ആൻഡ് ഇമെയിൽ ID എൻറ്റർ ചെയ്യണം. പിന്നെ സെലക്ട് കൺട്രി എന്നുണ്ടല്ലേ, അതിൽ വന്ന് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക, അതർ കൺട്രി ആണെങ്കിൽ അതർ കൺട്രിയുടെ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യണം. എൻറ്റർ ചെയ്തിട്ട് എൻറ്റർ ന്യൂ പാസ്വേഡ്, കൺഫേം ന്യൂ പാസ്വേഡ്, ഇത് രണ്ടും കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വന്ന് ക്രിയേറ്റ് ആവും. ഇപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വന്ന് മെയിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് ഡീറ്റെയിൽസ് എല്ലാം വന്ന് നിങ്ങളുടെ മെയിൽ IDക്ക് മെയിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ താഴെ ഇരിക്കുന്ന ലോഗിൻ ഹിയർ എന്നുള്ള ഇതുണ്ടല്ലേ, അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജ് വരും. ഇതിൽ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ലോഗിൻ ആവും. ഇല്ല നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി എന്ന് വെച്ചാൽ ഈ ഫോർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും, എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ഗെറ്റ് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ IDക്ക് ഒരു പാസ്വേഡ് വരും. ആ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് ഉള്ളിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇതാണ് നിങ്ങളുടെ ഹോം പേജ്, വിവിൻ ദ വേൾഡിൻ്റെ ഹോം പേജ്. ഇവിടെ നോക്കിയാൽ നിങ്ങളുടെ മെയിൻ വാലറ്റ് ഉണ്ടാവും. മെയിൻ വാലറ്റിൻ്റെ താഴെ നോക്കിയാൽ 3 ഇതുണ്ട്. ഒന്ന് ഡെപ്പോസിറ്റ്, ട്രാൻസ്ഫർ, ട്രാൻസാക്ഷൻ. ഡെപ്പോസിറ്റിൽ വന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ BUSD വെച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തത് എൻ്റെ എമൗണ്ട് ഇൻ BUSD എന്ന് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ വന്ന് ഇപ്പോൾ $40 കൊടുക്കുകയാണ്. $40 കൊടുത്തിട്ട് റെഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് QR കോഡ് വരുന്നുണ്ട്, ആൻഡ് അതേപോലെ വാലറ്റ് അഡ്രസ്സും വരുന്നുണ്ട്. BP20 വാലറ്റ് അഡ്രസ്സും വന്നിട്ടുണ്ട്. ഇങ്ങനെയും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് BEP20 കൊടുക്കേണ്ടത്. ഇതിൽ വന്ന് കുറേ ഇതുണ്ടാവും, BEP20, ERC20 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് BEP20. ഇപ്പോൾ നോക്കിയാൽ ട്രാൻസ്ഫർ ഉണ്ടാവും. ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തതും ഇവിടെ എനിക്ക് യൂസർ ID ചോദിക്കുകയാണ്. നിങ്ങൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ അവർക്ക് അവരുടെ യൂസർ ID ഇവിടെ പ്ലീസ് എൻ്റെ യൂസർ IDൻ്റെ സ്ഥലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ നെയിം വന്ന് നെയിം ഓഫ് ദി യൂസർ സെല്ലിൽ പോപ്പപ്പ് ആവും. പോപ്പപ്പ് ആയിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണോ ആ എമൗണ്ട് നിങ്ങൾ എൻറ്റർ ചെയ്തിട്ട് ട്രാൻസ്ഫറിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവും. ട്രാൻസ്ഫർ ആവുന്ന മുമ്പ് നിങ്ങൾക്ക് വന്ന് ഒരു OTP വരും. ആ OTP വന്ന് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് സെൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പോവും. അതിന് അടുത്ത് ഇരിക്കുന്നത് ട്രാൻസാക്ഷനിൽ വന്ന് നിങ്ങൾക്ക് എല്ലാ ഹിസ്റ്ററീസും നോക്കാൻ പറ്റും. അതായത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത്, പിന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഡീറ്റെയിൽസ് എല്ലാമേ വന്ന് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഇതിൽ കൊടുക്കാം. അങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് നിങ്ങൾ എന്ത് പ്ലാനിലായിരിക്കണം എന്നുള്ളത് അറിയാം. ഇതിപ്പോൾ നോക്കി ഞാൻ പ്ലൂട്ടോയിലാണ് ഇരിക്കുന്നത്. എൻ്റെ പ്ലാൻ പ്ലൂട്ടോ ആണെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിൻ്റെ താഴെ നോക്കിയാൽ ടോട്ടൽ ടീം, എൻ്റെ ടീമിൽ എത്ര പേരാ ജോയിൻ ചെയ്തിരിക്കണം എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ ഇൻകം, എൻ്റെ അടുത്ത് ടോട്ടൽ ഇൻകം ആയിട്ട് എത്ര ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടി താഴെ പോയാൽ റോയൽറ്റി ഷെയർ ഇൻകം വന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴെ നോക്കിയാൽ ഇൻകം വാലറ്റിൽ വന്ന് 3 ഉണ്ട്. നോക്കി വിത്ഡ്രോ, കൺവേർട്ട്, ട്രാൻസാക്ഷൻ എല്ലാം ഉണ്ട്. ഈ ഇൻകം വാലറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഇൻകം വന്നിട്ടുണ്ടോ അതിൻ്റെ ബാലൻസ് ഇതിലേ ഉണ്ടാവുക. അങ്ങനെ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാവും. ഇതിനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ആർക്കെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ലിങ്കിനെ കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറയാം. ഇപ്പോൾ ഈ ഇൻകം വാലറ്റിൽ പേഴ്സ് മാതിരി ഒരു ഐക്കോൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വരും. നിങ്ങളിപ്പോൾ ഈ വാലറ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇൻകമിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് റെഫറൽ ഇൻകം, ഡയറക്റ്റ് ടീം അപ്ഗ്രേഡ് ഇൻകം, ലെവൽ ടീം അപ്ഗ്രേഡ് ഇൻകം, ലെവൽ ഇൻകം, ലീഡേഴ്സ് ഡെവലപ്മെൻറ്റ് ബോണസ്, ക്ലബ് ഇൻകം, ഓട്ടോപൂൾ ഇൻകം. ഈ ഇൻകമിൽ കിട്ടുന്ന
ബാലൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇപ്പോൾ ഈ ബാലൻസ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അടുത്ത് ഇവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ, അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഇൻകം വാലറ്റിലേക്ക് നിങ്ങളുടെ പൈസയൊക്കെ പോകും. ഇതിൻ്റെ മിനിമം വിഡ്രോ വന്ന് $10 ആണ്. ഇപ്പോൾ നിങ്ങൾ മെയിൻ ബാലൻസിൽ പോവുകയാണെങ്കിൽ ഇവിടെ ടോപ്പിൽ നോക്കിയാൽ ഇങ്ങനെ കോഡ് മാതിരി ഉള്ള ഒരു ഇതുണ്ടല്ലേ, അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ മെനു ബട്ടൺ. ഇതിനെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ഇപ്പോൾ ഇതിൽ വന്ന് നിങ്ങൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ വാലറ്റ്, അതായത് നമ്മുടെ വിവിൻ വേൾഡിലെ മെയിൻ പേജിലേക്ക് ഇത് വരും. വന്നാൽ ഇവിടെ നിങ്ങൾക്ക് മെയിൻ വാലറ്റ് എന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇൻകം വാലറ്റിൽ വന്ന് അത് റിഫ്ലക്റ്റ് ആവും നിങ്ങൾ വിഡ്രോ കൊടുത്ത പൈസ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന $20 വന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ വിഡ്രോന്ന് ഞാൻ കൊടുത്തു. എത്ര എമൗണ്ടായ BUSD വന്ന് വിഡ്രോ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. സോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് മെൻഷൻ ചെയ്യുക, പിന്നെ എമൗണ്ട് മെൻഷൻ ചെയ്തിട്ട് വിഡ്രോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വിഡ്രോ ആകും. പിന്നെ അതിൻ്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് വിഡ്രോ ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾ വിഡ്രോ എപ്പോഴാണ് ചെയ്ത് ആൻഡ് എത്ര എമൗണ്ടാണ് ചെയ്ത്, റിസീവ്ഡ് അഡ്രസ്സ് എന്താണ് ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഇവർ വന്ന് ബാങ്ക് വിഡ്രോക്ക് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. സോ കമ്മിങ് സൂൺ ഇത് വന്ന് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ നമ്മൾ വിവിൻ്റെ മെനു ബട്ടണിൽ പോയി നമ്മൾ നോക്കാം. സോ ഇപ്പോൾ ഞാൻ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിനെ ടച്ച് ചെയ്തതും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. അതായത് ഡാഷ്ബോർഡ്, രജിസ്ട്രേഷൻ, പിന്നെ ആക്ടിവേഷൻ, അപ്ഗ്രേഡ്, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡൗൺലൈൻസിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ രജിസ്റ്റർ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ക്ലിക്ക് ചെയ്തതും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ആവും. സോ ഇവിടെ ഓപ്പൺ ആയതും നിങ്ങൾ വന്ന് അവരുടെ പേര്, ഇമെയിൽ ID, പിന്നെ കൺട്രി, പിന്നെ മൊബൈൽ ഫോൺ നമ്പർ, ന്യൂ പാസ്വേഡ്, ഓൾഡ് പാസ്വേഡ് ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ അടുത്ത് ഇരിക്കുന്നത് ആക്ടിവേഷൻ. ഇപ്പോൾ നിങ്ങളുടെ താഴെ രജിസ്റ്റർ ചെയ്തവർക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആക്ടിവേഷൻ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കും. സോ ഈ അക്കൗണ്ട് നമ്പർ കൊടുത്തൊന്നും അതിൻ്റെ ഫുൾ നെയിം വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐഡിയെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായത് അപ്ഗ്രേഡ് പാക്കേജ്. ഇപ്പോൾ നിങ്ങൾ അടുത്തടുത്ത പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ പാക്കേജസ് നിങ്ങൾ ഡയറക്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. താഴെ നിങ്ങൾ ഹിസ്റ്ററിയിൽ നിങ്ങളുടെ ഹിസ്റ്ററി ഡീറ്റെയിൽസും എല്ലാമേ വരും. അതായത് നിങ്ങളുടെ പാക്കേജ് എന്ത് സ്റ്റേജിലായി ഇരിക്കണമെന്നുള്ള മൊത്തം ഡീറ്റെയിൽസും ഇതിൻ്റെ താഴെ വരും. അടുത്തായിട്ട് ഉള്ളത് ഡയറക്റ്റ് സ്പോൺസർ ലിസ്റ്റ്. സോ ഇപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗൺലൈൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. നിങ്ങളുടെ ഡയറക്റ്റ് റെഫറലിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തവരുടെ ഡീറ്റെയിൽസും എല്ലാമേ ഇതിൽ വരും. ഇതിൽ എത്ര പേര് എത്ര റെഫറലാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് എപ്പോഴാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, പാക്കേജിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഡയറക്റ്റ് റെഫറലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമേ ഇതിലുണ്ടാവും. ഇപ്പോൾ അടുത്തതായിട്ട് നോക്കിയാൽ അഫിലിയേറ്റ്. ഇപ്പോൾ അഫിലിയേറ്റിൻ്റെ ഉള്ളിൽ പോയാൽ നിങ്ങളുടെ ഡയറക്റ്റ് സ്പോൺസർ ലിസ്റ്റ് ഡീറ്റെയിൽസ് വരും. അടുത്തതായിട്ട് ലെവൽ ടീം. ഇതിൽ വന്ന് നിങ്ങൾക്ക് ടോട്ടലായിട്ട് എത്ര ലെവൽ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ സെലക്ട് ലെവലിൽ വന്ന് നിങ്ങൾ എന്ത് ലെവലിൽ ഇരിക്കണോ, അതായത് ഫസ്റ്റ് ലെവലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് ചോദിക്കും. എന്നിലൊന്ന് ഇതുവരെയ്ക്കും ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കണോ, അതിൻ്റെ ഡേറ്റ് ഇതൊക്കെ ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ ലിസ്റ്റ് എല്ലാം വന്ന് ഇവിടെ താഴെ വന്ന് ജനറേറ്റ് ആവും. ഇപ്പോൾ ഇതിൽ വന്ന് എന്തെന്ത് ലെവലിൽ ആരാരാ വന്നിരിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇവിടെ താഴെ പോയി നോക്കാം. അടുത്തതൊന്ന് ട്രീ വ്യൂ. ഈ ലെവൽ ടീമിൽ ഇരിക്കുന്നതാണ് ഈ ട്രീ വ്യൂവിൽ ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കാൻ പോണത്. ഇപ്പോൾ നിങ്ങൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രീ വ്യൂ വരും. അതായത് നിങ്ങളുടെ താഴെ എത്ര പേരുണ്ട്, എത്ര പേരാ ജോയിൻ ചെയ്തിരിക്കണേ, അതിൽ എത്ര പേരാ ആക്ടിവേറ്റ് ചെയ്തിരിക്കണേ ഉള്ള എല്ലാ ഡീറ്റെയിൽസും വരും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോണത് ഇൻകം. ഇപ്പോൾ നിങ്ങൾ ഈ ഇൻകം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് ഇൻകം ആൻഡ് നോൺ വർക്കിംഗ് ഇൻകമിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വർക്കിംഗ് വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം വാലറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മൊത്തം കാണാൻ പറ്റും. ഇതേ നമ്മൾ ആ ഇൻകമിൻ്റെ ഉള്ളിലിരിക്കുന്ന നോൺ വർക്കിംഗ് ഇൻകം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോയൽറ്റി ഷെയർ ഇൻകം ആൻഡ് നിങ്ങളുടെ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻസ് ഉള്ള ഇതൊക്കെ വരും. ആൻഡ് ഇതിൻ്റെ അടുത്തത് നോക്കാൻ പോകുന്നത് പാസ്ബുക്കെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പാസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയ്ക്കും നിങ്ങൾ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ എന്തെന്താ ചെയ്തിരിക്കണേ, അതായത് നമ്മുടെ ബാങ്ക് ബുക്കിലൊക്കെ ഉണ്ടാവില്ല ഡീറ്റെയിൽസ്, നമ്മൾ എപ്പോഴാണ് വിത്ഡ്രോ ചെയ്തത്, നമ്മൾ എപ്പോഴാണ് വന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത് എന്നുള്ളത്. സോ അതേമാതിരി ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും.
ഫൈനലായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കോൺടാക്ട് അസ് എന്നുള്ള ഇതിനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വയറി വന്ന് നമ്മുടെ വിവിൻ ദ വേൾഡ് ടീമിലേക്ക് നമ്മൾ അയക്കുക. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഈ സെറ്റിങ്സ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്ഷൻസ് വന്ന് ഉണ്ടാവും. അതായത് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് അവിടെ നോക്കി ചേഞ്ച് പാസ്വേഡ് ഉണ്ടല്ലേ, ഇവിടെ പോയാൽ നിങ്ങളുടെ ഓൾഡ് പാസ്വേഡ്, ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് അപ്ഗ്രേഡ് പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇരിക്കുന്ന ഐക്കോൺ വന്ന് നോക്കിയാൽ നിങ്ങളുടെ യൂസർ ഐക്കോൺ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമേ വന്ന് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഫൈനലായിട്ട് ഇരിക്കുന്നത് ലോഗൗട്ട് ബട്ടൺ. ഇപ്പോൾ ഇതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരുന്ന് ലോഗൗട്ട് ആയിട്ട് ലോഗിൻ പേജിന് വരും. തിരിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് പോവുക. സോ ഇത് നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഈ വിവിൻ വേൾഡിനെ കുറിച്ച് നിറയെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ www.vivincoin.io ബ്രൗസ് ചെയ്ത് നോക്കുക ആൻഡ് സബ്സ്ക്രൈബ് ടു വിവിൻ ദ വേൾഡ് ചാനൽ. താങ്ക് യു.